എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ബാക്കി പാഠഭാഗങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നാലാമത്തെ പാഠത്തിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം: മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസൺ വിഭാവനം ചെയ്തു. പാട്ടസിദ്ധാന്തം അവതരിപ്പിച്ചത് ഡേവിഡ് റിക്കാർഡോ. മിച്ചമൂല്യ സിദ്ധാന്തം അവതരിപ്പിച്ചത് കാൾ മാക്സ്. കാൾ മാക്സിൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ്. സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിനു വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് J.M. കെയ്ൻസ്. അതായത് സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിനു വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് J.M. കെയ്ൻസ്. സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് J.M. ഷുംപീറ്റർ. ആരാണ്? J.M. ഷുംപീറ്റർ ആണ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് നമ്മുടെ ദാദാബായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാബായ് നവറോജി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഹിന്ദ് സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീം, ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്കാണ് 1998 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ നോബൽ സമ്മാനം ലഭിച്ചത് 1998 ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലാണ്. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു. അപ്പം ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു. ഇനി അടുത്ത പാഠം അഞ്ചാമത്തെയാണ്. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് B.R. അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6 അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളായിരുന്നു. 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസംഘടിക്കപ്പെട്ടു. അതായത് രൂപീകരണ വേളയിൽ 389 അംഗങ്ങളായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 299 അംഗങ്ങളായി. ബാക്കി പാകിസ്ഥാനിലേക്ക് പോയി. മനുഷ്യൻ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങളേതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിലധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. അപ്പം മാഗ്ന കാർട്ട എവിടെയാണ് രൂപപ്പെട്ടത്? ബ്രിട്ടനിലാണ്. 2015 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിൻ്റെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്, ബിൽ ഓഫ് റൈറ്റ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ടവയാണ്.
പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാർട്ട. അമേരിക്കൻ അവകാശ പത്രിക 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖ. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണിത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശരേഖ. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശരേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ നവംബർ 26 ഇന്ത്യയിലെ ഭരണഘടനാ ദിനം. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗം ചോദിച്ചാൽ 3. സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. ഈ അവകാശപ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. പൊതു ജോലിസ്ഥലങ്ങളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്നു. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ പ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായി നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അപ്പോൾ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ പ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ: അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലെവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നു. അപ്പം 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പറയുന്നത് ഒന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതുപോലെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശം, രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും നിലവാരവുമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി. അതായത് ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരവുമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി. ഇനി ചൂഷണത്തിനെതിരായ അവകാശം. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമജോലികളും മനുഷ്യക്കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് ഭരണഘടന അനുച്ഛേദം 23 പ്രകാരം അടിമജോലികളെയും മനുഷ്യക്കച്ചവടത്തെ നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നതിന് നിരോധിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 24 പറഞ്ഞതെന്ന് വെച്ചാൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.
എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും ഉള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇതുപ്രകാരം മതവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. അടുത്തത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഏറിയ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അപ്പോൾ ഭരണഘടനയിൽ ഏറ്റവും പ്രാധാന്യം, അതായത് മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. വ്യക്തിയുടെ രക്ഷയും ഭദ്രതയും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും റിട്ടുകളിലൂടെയാണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെയാണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് ഈ അവകാശം എന്ന് BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നു. അപ്പം ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശം. അതായത് ഏത് അവകാശം? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം എന്ന് അംബേദ്കർ വിശേഷിപ്പിക്കുന്നു. മൗലിക അവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം 14 മുതൽ 18 വരെയാണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെയാണ്. ചൂഷണത്തിനെതിരായ അവകാശം അനുച്ഛേദം 22, 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ അനുച്ഛേദം 29 മുതൽ 30 വരെയാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അനുച്ഛേദം 32. ഇനി റിട്ടുകൾ പലവിധമാണ്. അതിൽ ഫസ്റ്റ് വൺ ഹെബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരമാണ് ഹേബിയസ് കോർപ്പസ്. ഇനി മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത് മാൻഡമസ്. ഇനി പ്രോഹിബിഷൻ. തങ്ങളുടെ അധികാരപരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതിയിൽ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവ്. കോവാറൻറ്റോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത് കോവാറൻറ്റോ. ഇനി സെഷ്വററെ ചോദിച്ചാൽ ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരുന്ന കേസ് അത് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഉത്തരവാണിത് സെഷ്വററി. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്ക് തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എവിടെ വരുന്നത്? ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ്. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്.
അതായത് ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. അതിൽ ഉദാര ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. ഇനി അടുത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. ഇനി ഗാന്ധിയൻ ആശയങ്ങളാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. അടുത്തത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയങ്ങളാണ്. 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതായത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയം 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ നിയമത്തിലൂടെ നടപ്പിലാക്കിയത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നാണ് 1986. 1997 തുല്യ വേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയതാണ്. ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരൻ ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ട് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. അതായത് പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പുതിയ ഭാഗം 4A ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1972 42ാം ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചു. ഏത് ഭാഗത്താണ്? ഭാഗം 4A. ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദം ആയിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. അപ്പോൾ മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണിത്, 51A ആണ്. അടുത്ത പാഠമാണ് വിഭവ വിനിയോഗവും സുസ്ഥിരതയും. 6ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഖനിയാണ് കോളാർ സ്വർണ്ണഖനി. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറിങ്കം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി. ഇതാണ് KGF എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. KGF എന്ന് പറഞ്ഞാൽ കോളാർ ഗോൾഡ് ഫീൽഡ് എന്നാണ് അർത്ഥം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണിത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ, ഉദാഹരണം നമ്മുടെ സൂര്യപ്രകാശവും കാറ്റ്, തിരമാല. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ് കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടവയും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഉദാഹരണം സ്വർണം, ഇരുമ്പ്, കൽക്കരി, പെട്രോളിയം. സമ്പൂർണ്ണ സൗരോർജ്ജം ഉപയോഗിച്ചു പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പോൾ
പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് ഇത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തു നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ഇന്ത്യയിൽ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1974 കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനാണ്. അപ്പോൾ ഈ നമ്മുടെ മുംബൈ ഹൈ എന്ന എണ്ണപ്പാടത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനാണ്. പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ഇത് ധാതുക്കൾ. ഇരുമ്പയിരിനെ 4ആയി തരംതിരിക്കാം: മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇതൊക്കെയാണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. അതിൽ മാഗ്നറ്റൈറ്റിൻ്റെ കറുത്ത അയിര് എന്ന് വിളിക്കുക. അപ്പം മാഗ്നറ്റൈറ്റിനെ എന്താ വിളിക്കുന്നത്? കറുത്ത അയിര്. ലോകത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് 1907 സാക്ചീൻ ജംഷഡ്പൂർ ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചതോടെയാണ്. അപ്പോൾ നമ്മുടെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായം തുടക്കം കുറിച്ച് എന്നാണ്? 1907 സാക്ചിയിൽ, അതായത് ജംഷഡ്പൂരിൽ. അപ്പോൾ സാക്ചിയിൽ ജംഷഡ്പൂർ ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചതോടെയാണെന്ത് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ തുടക്കം കുറിച്ചത്. 1919 പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും 1923 കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു. അപ്പോൾ 1919 പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും 1923 കർണാടകയിൽ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിക്കുന്നു. അപ്പം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണിത് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ നിർമ്മിക്കുന്നത്. അതിൽ ഭിലായ് ആണെങ്കിൽ സോവിയറ്റ് യൂണിയനാണ്, റൂർക്കേല ആണെങ്കിൽ ജർമ്മനിയാണ്, ദുർഗാപൂർ ആണെങ്കിൽ ബ്രിട്ടനാണ്. പിന്നീട് ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്തവും സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, ധാതുലഭ്യത, ജലലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായി. ഉയർന്ന നിലവാരമുള്ള ഇരുമ്പയിരു ശേഖരണം കിയോഞ്ചർ, സുന്ദർഗഡ്, മയൂർഭഞ്ച് എന്നീ ജില്ലകളിലും കൽക്കരി, തൽച്ചാർ മേഖലയിലുമാണ് കാണപ്പെടുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.